Good evening to all. Myself, Dr. Anoop, Assistant Professor, GPM Government College, Manjeshwar. Morning Star Home Science College, Department of Physical Education, കേരള ഖോഖോ അസോസിയേഷനും കൂടി ആതിഥ്യമരുളുന്ന വിർച്വൽ കോൺഫറൻസ് ഖോഖോ എന്ന് പറയുന്ന ഗെയിമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ വിർച്വൽ കോൺഫറൻസിലേക്ക് എല്ലാ ആൾക്കാരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജി ഫോർ ദ ഗെയിം ഖോഖോ എന്ന വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സംരംഭത്തിനെ തുടക്കമിട്ട മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിനോടും അതുപോലെ തന്നെ കേരള ഖോഖോ അസോസിയേഷനെയും ആദ്യമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് അനൂപ്. കേരള സംസ്ഥാനത്ത് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയും സീനിയർ മത്സരങ്ങളിൽ ഖോഖോ എന്ന ഗെയിമിനെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ഖോഖോ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. സംസ്ഥാന ഖോഖോ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഈ അവസരത്തിൽ ഖോഖോ എന്ന് പറയുന്ന ഗെയിമിനെ നമുക്കെങ്ങനെ കൂടുതൽ പ്രചാരത്തിലേക്ക് എത്തിക്കാം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു വിർച്വൽ കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ സ്പോർട്സ് സൈക്കോളജി, അതിൽ തന്നെ അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്ന വിഭാഗം ഖോഖോ എന്ന് പറയുന്ന ഗെയിമുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ലെക്ചർ തരുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യമായിട്ട് എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത് കൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഉത്ഭവം പോലെ തന്നെ പ്രധാനമാണ് സൈക്കോളജി എന്ന് പറയുന്ന പഠന ശാഖയും. കാരണം മനുഷ്യന്റെ ഓരോ ഘട്ടത്തിലുമുള്ള വികാസം അവൻ്റെ മാനസികപരമായിട്ടുള്ള വികസനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഒരു പുതിയ ശാസ്ത്രമാണ്. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1925 ജർമ്മനിയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഒരു സ്പോർട്സ് സൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. പക്ഷെ അടുത്തിടെയായിട്ട് സ്പോർട്സ് സൈക്കോളജിയുടെ പഠനവും അതുപോലെ തന്നെ ആ ശാഖയ്ക്ക് സ്പോർട്സ് പെർഫോമൻസിൽ വരുത്താൻ പറ്റുന്ന മാറ്റത്തെക്കുറിച്ചിട്ടും വളരെ നല്ല രീതിയിൽ ഗവേഷണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു പെർഫോമൻസ്, ഒരു സ്പോർട്സ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫിസിയോളജിക്കലും അതുപോലെ തന്നെ ഫിസിക്കലുമുള്ള കപ്പാസിറ്റിയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ട്രെയിനിങ്ങുകളും, നമ്മുടെ എല്ലാവിധ കോച്ചിങ് ട്രെയിനിങ്ങുകളും ആസ്പദമാക്കിയിട്ടുള്ളത് ഒരു അത്ലറ്റിൻ്റെ ഫിസിയോളജിക്കലും ഫിസിക്കലും അതുപോലെ തന്നെ മോട്ടോർ ക്വാളിറ്റീസിൻ്റെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഖോഖോ എന്ന് പറയുന്ന ഗെയിമും വ്യത്യസ്തമല്ല. എല്ലാ ഗെയിമുകളെ പോലെ തന്നെ ഖോഖോയും ഓരോ അത്ലറ്റിൻ്റെയും മോട്ടോർ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫിസിക്കൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുമുള്ള ഒരു പരിശീലന ക്രമമാണ് നാം രൂപപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു അത്ലറ്റിന്റെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വല്ലതുമുണ്ടോ എന്ന് നാം അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന ഒരു ഘടകമാണ് ആ അത്ലറ്റിന്റെ സൈക്കോളജിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്ന ഈ ശാസ്ത്രശാഖയ്ക്ക് ഒരു അത്ലറ്റിന്റെ വിജയത്തിൽ, അത് ടീം ഗെയിം ആവട്ടെ ഇൻഡിവിജ്വൽ ഗെയിം ആവട്ടെ, എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ
ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് തീർത്തും ബോധ്യമായിട്ടുള്ളതാണ്. എന്നിരുന്നാലും പല കോച്ചസും പല അത്ലറ്റുകളും ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കുവാൻ പലപ്പോഴും വിമുഖത കാട്ടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ടീമിന്റെ പെർഫോമൻസിനെ ഏതൊരു തരത്തിൽ സ്വാധീനിക്കാൻ വേണ്ടി പറ്റും, ഒരു ടീമിന്റെ പെർഫോമൻസിനെ ഒരു വിന്നിങ് എഡ്ജ് നൽകുവാൻ വേണ്ടി സാധിക്കും. അത് ഏത് രീതിയിൽ നമുക്ക് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും കോച്ചസിനും അതുപോലെ തന്നെ സർവോപരി അത്ലറ്റുകൾക്കും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേളയിൽ അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജി ഫോർ ദ ഗെയിം ഖോഖോ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സ്പോർട്സ് സൈക്കോളജിയിൽ കൂടുതൽ പറയുകയാണെങ്കിൽ, കൂടുതൽ സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ, അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജിയിൽ ഒരു അത്ലറ്റിന്റെ പെർഫോമൻസിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കൂടുതലും കോച്ചിങ് ഫീൽഡിലും അതുപോലെ തന്നെ ഖോഖോയുടെ മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, കോച്ചസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ പ്ലെയേഴ്സ് ആയി കഴിഞ്ഞാലും തന്നെ സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില ടെക്നിക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പെർഫോമൻസിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നതാണ് അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് പെർഫോമൻസ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പെർഫോമൻസ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടെക്നിക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യം. പ്രധാനമായിട്ടും പെർഫോമൻസ് എൻഹാൻസ്മെന്റിൽ നമുക്ക് ഒരു കോച്ചിന് അല്ലെങ്കിൽ ഒരു അത്ലറ്റ് എന്ന രീതിയിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ടെക്നിക്കുകൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു മത്സരം നടക്കുന്ന സമയത്ത്, ഒരു പെർഫോമൻസ്, ഒരു ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടെൻഷനാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഒരു സൈക്കോളജി ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഈ ആങ്സൈറ്റി പല സന്ദർഭങ്ങളിലും ഒരു അത്ലറ്റിന്റെ യഥാർത്ഥ പെർഫോമൻസ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും പല അത്ലറ്റുകളുമായിട്ടും ഇന്ററാക്ട് ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവരുടെ പെർഫോമൻസിന്റെ ഏറ്റവും മികച്ച തലത്തിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി പറ്റാത്തത് അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഈ ടെൻഷൻ ആണ് അല്ലെങ്കിൽ ആങ്സൈറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോച്ചിങ് സമയത്ത്, നമ്മുടെ കോച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സമയത്ത് അത്ലറ്റുകളെ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസിനെ ടെൻഷൻ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെന്റൽ ട്രെയിനിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് അത്ലറ്റുകൾക്ക് ഇത്തരത്തിലുള്ള ടെൻഷൻ, ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ കോച്ചിങ് ഫീൽഡിലുള്ള കോച്ചസ് മനസ്സിലാക്കേണ്ടതാണ്. അതിന് നമുക്ക് സ്പോർട്സ് സൈക്കോളജിയിൽ പലതരത്തിലുള്ള ടെക്നിക്കുകൾ പറയുന്നുണ്ട്.
ഒന്നാമത് പറയുകയാണെങ്കിൽ അത് നമ്മൾ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് നമ്മൾ പറയും. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാൻ വേണ്ടി പോകുന്ന റിലാക്സേഷൻ ടെക്നിക്കുകൾ? പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്. യോഗയിലാണെങ്കിൽ യോഗ നിദ്ര ടെക്നിക്കുകളുണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്, യോഗ നിദ്ര ടെക്നിക്കുകളുണ്ട്. അതേപോലെ തന്നെ ഡീപ്പ് അബ്ഡമനൽ ബ്രീത്തിങ് ടെക്നിക്കുകളുണ്ട്. അതേപോലെ തന്നെ ഓട്ടോ സജഷൻ ടെക്നിക്കുകളുണ്ട്. ഈ വ്യത്യസ്ത തരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മുടെ ട്രെയിനിങ് ഷെഡ്യൂളുകൾക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു റുട്ടീൻ ആക്കിയിട്ട്, ഒരു പ്രീ കോമ്പറ്റീഷൻ റുട്ടീൻ ആക്കി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം. ഈ റിലാക്സേഷനുകൾക്ക് അതിൻ്റെതായിട്ടുള്ള മാജിക് പെർഫോമൻസ് സമയത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പെർഫോമൻസ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ സമയത്ത് അത്ലറ്റുകൾക്ക് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ടെൻഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് സ്പോർട്സ് സൈക്കോളജിയിൽ പറഞ്ഞ പോലെ തന്നെ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് യു തിയറിയാണ്. അതായത് തീരെ ആങ്സൈറ്റി കുറയുന്നതും അതുപോലെ തന്നെ ആങ്സൈറ്റി കൂടുന്നതും അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. ആങ്സൈറ്റിയെ ഒരു ഒപ്റ്റിമം ലെവലിൽ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റിയാൽ മാത്രമേ നമുക്ക് പെർഫോമൻസിന്റെ മാക്സിമം അല്ലെങ്കിൽ പീക്ക് പോയിന്റിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റിലാക്സേഷൻ ടെക്നിക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഓട്ടോ സജഷൻ മെത്തേഡുകളായി കഴിഞ്ഞാലും, ഡീപ് ബ്രീത്തിങ് മെത്തേഡുകളായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ടെക്നിക്കുകളായി കഴിഞ്ഞാലും, അത് നമ്മുടെ ഒരു ട്രെയിനിങ് ഷെഡ്യൂളിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അതൊരു അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജി ആയിട്ട് നമുക്കതിനെ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത് വരുന്നത് പെർഫോമൻസ് എൻഹാൻസ്മെന്റിലെ രണ്ടാമത്തെ ഒരു കോമ്പണന്റ് ആയിട്ട് വരുന്നത് ഇമേജറി ടെക്നിക്കാണ്. പല സന്ദർഭങ്ങളിലും നമുക്കിപ്പോഴും നമ്മുടെ പല ആൾക്കാരും ഈ ഇമേജറിയുടെ എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പലപ്പോഴും നമുക്ക് ധാരണയില്ല. വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊക്കോ എന്ന് പറയുന്ന ഗെയിമിൽ ആയിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമാജിനറി ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കൊക്കോ എന്ന് പറയുന്ന ഗെയിം. കൊക്കോയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അത്ലറ്റിനെ പോൾ ഡൈവ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഈ പോൾ ഡൈവ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള 1, 2, 3 എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ്, അതിനുശേഷമുള്ള അതിൻ്റെ എക്സിക്യൂഷൻ, ഇത്തരത്തിൽ ഒരു കോമ്പിനേഷൻ ഓഫ് മോട്ടോർ സ്കിൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു പോൾ ഡൈവ് എന്ന് പറയുന്ന ഒരു സ്കില്ല് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്തത്. പല സന്ദർഭങ്ങളിലും നമ്മുടെ കോച്ചസ് പല രീതികളിൽ ഇത് അവതരിപ്പിച്ചിട്ടും കുട്ടികൾക്ക് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇത് എത്ര എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമാജറി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇമാജറി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, ഒരു ഫസ്റ്റ് പേഴ്സൺ ഇമാജറി ആയിട്ടും അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഇമാജറി ആയിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളൊരു സ്കില്ല് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പോൾ ഡൈവ് അല്ലെങ്കിൽ കവറിംഗ് എന്ന് പറയുന്ന ഒരു സ്കിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്കില്ലിന്റെ ബേസിക്സ് അവരെ ബോധ്യപ്പെടുത്തിയാൽ ഈ ബേസിക്സ് 1 to last എന്ന് പറയുന്ന പോയിന്റ് ടു പോയിന്റ് ആയി കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ഇമാജറി സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് പേഴ്സൺ ഇമാജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ചെയ്യുന്നതായിട്ട് നമുക്കത് ഇമാജറിയിൽ നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ഇമാജറി ആയിട്ട് പുറത്തു നിന്നും ഒരാൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇമാജറിയിലൂടെ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഈ ഇമാജറി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ സെൽഫായിട്ട് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നമ്മുടെ മനസ്സിനകത്ത് ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മൈക്കൽ ഫെൽപ്സ് 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇനമായിട്ടുള്ള 8ാമത്തെ സ്വർണം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് 200 മീറ്റർ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് 50 മീറ്റർ മത്സരം
കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഗൂഗിൾസിൽ മുഴുവനായിട്ടും വെള്ളം നിറയുകയും അദ്ദേഹത്തിന് മുന്നോട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരവസ്ഥ വരികയും ചെയ്തു എന്നുള്ള അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള ഒരു ഇമാജറി ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇമാജറി. ആ ഇമാജറിയിലൂടെയാണ് അദ്ദേഹം ബാക്കിയുള്ള 150 മീറ്റർ താണ്ടുകയും അദ്ദേഹം ആ മത്സരത്തിലും സ്വർണം കരസ്ഥമാക്കുകയും ചെയ്തു. ഇമാജറി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് മൈക്കൽ ഫെൽപ്സ് രൂപപ്പെടുത്തിയില്ല എങ്കിൽ കണ്ടു കാണാതെ അദ്ദേഹത്തിന് ബാക്കിയുള്ള 150 മീറ്ററുകൾ ഒരിക്കലും പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇമാജറി എന്ന് പറയുന്ന ടെക്നിക്കിന് നമ്മുടെ ഗെയിമിനകത്തും ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗെയിമിനകത്തുള്ള കവറിങ് ആയി കഴിഞ്ഞാലോ, നമ്മുടെ ഗെയിമിനകത്തുള്ള പോൾ ഡേവ് ആയി കഴിഞ്ഞാലോ, പോൾ ടേൺ ആയി കഴിഞ്ഞാലോ, നമ്മൾ അവോയ്ഡിങ് എന്ന് പറയുന്ന ഡിഫെൻസീവ് സ്കില്ല് പഠിപ്പിക്കുന്ന സമയത്തായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ഒഫെൻസീവ് സ്കില്ല് പഠിപ്പിക്കുന്ന സമയത്തായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ചെയിൻ എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗെയിം പഠിപ്പിക്കുന്ന സമയത്തായി കഴിഞ്ഞാലോ, കുട്ടികളുടെ മനസ്സിനകത്തേക്ക് ഒരു ഇമാജറി പിക്ചർ, അവർ തന്നെ ചെയ്യുന്ന രീതിയിലുള്ള ഇമാജറി പിക്ചർ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ഒരു റുട്ടീനായിട്ട് അവരുടെ മനസ്സിനകത്തേക്ക് പതിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതൊരു അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജി ടെക്നിക്കാണ്. നമുക്ക് നമ്മുടെ ട്രെയിനിങ് സമയത്ത് വളരെ നല്ല രീതിയിൽ ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾ ഒരു സ്കില്ല് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്കില്ലിന്റെ ഒരു 10 മിനിറ്റ് സമയം നിങ്ങളുടെ അതിന്റെ എൻഡിൽ അവർക്ക് സെൽഫായിട്ട് ഒരു ഇമാജറി ആയിട്ട് നിങ്ങൾ അവർക്ക് മുന്നിൽ ഒരു അവതരിപ്പിച്ചു കൊടുക്കുക. പിന്നെ അവർ സ്വന്തമായി അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇമാജറി എന്ന് പറയുന്ന ഒരു തലം അവർ സൃഷ്ടിക്കുകയും അവർക്ക് അവരുടേതായിട്ടുള്ള സ്കില്ലിനെ റെക്ടിഫൈ ചെയ്യുവാനും കൂടുതൽ പോളിഷ് ചെയ്യുവാനുമുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യും. ഇത് വളരെ എഫക്റ്റീവായി നമുക്ക് പെർഫോമൻസ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ 2 ടെക്നിക്കുകൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തേത് നമ്മുടെ റിലാക്സേഷൻ ആണ്, രണ്ടാമത്തെ നമ്മുടെ ഇമാജറി എന്ന് പറയുന്ന ടെക്നിക്കാണ്. സ്പോർട്സ് സൈക്കോളജിയെ കുറിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ സൈക്കോളജിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ഡിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ജയിക്കാൻ പോകുന്ന മത്സരത്തെ നമുക്ക് തോറ്റതായിട്ട് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് മനസ്സിനകത്ത് മത്സരം തോറ്റു കഴിഞ്ഞാൽ പിന്നീട് ജയിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ ഈസിയാണ്. അത് നിങ്ങളുടെ ഓപ്പോണൻസ് നിങ്ങളോട് ചെയ്യുന്ന പല പ്രവൃത്തികളിലും നിങ്ങളുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ താളം തെറ്റിക്കുന്ന പല പ്രവർത്തനങ്ങളിലും നിങ്ങൾ അകപ്പെട്ടു പോകാം. അപ്പോൾ പെർഫോമൻസ് എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ സ്കിൽ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടുക എന്നുള്ളതാണ് കോൺസെൻട്രേഷൻ അഥവാ അറ്റൻഷൻ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള മെന്റൽ എക്സസൈസുകളിലൂടെ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു ഖോഖോ മത്സരത്തിലാണെങ്കിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ അറ്റൻഷൻ പല ഭാഗങ്ങളിൽ സ്കാറ്റേർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പണ്ടത്തെ ലോകകപ്പ്, വേൾഡ് കപ്പ് ഫൈനലിൽ സിദാൻ എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് പിഴച്ചപ്പോഴാണ് ഫ്രാൻസിന് ആ വർഷത്തെ ലോകകപ്പ് നഷ്ടപ്പെട്ടത്. മെറ്റരാസ് എന്ന് പറയുന്ന ഇറ്റലിയുടെ പ്ലെയർ വളരെ തന്ത്രപരമായി ചെയ്ത ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് വളരെ അതിൻ്റെ എത്തിക്സ് ഭാഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ
ഇറ്റലിയുടെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു അത്. മെറ്റരാസിയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു. സിഡാനെ അദ്ദേഹത്തിന്റെ ഗെയിമിൽ നിന്നും കോൺസെൻട്രേഷൻ ലെവലിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത്. അത് വളരെ വിദഗ്ധമായിട്ട് ഇറ്റലി ചെയ്യുകയും ആ മത്സരത്തിൽ ഫ്രാൻസ് തോൽക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കൊക്കോ എന്ന് പറയുന്ന ഗെയിമിനകത്തും വളരെ കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഓപ്പണൻസിന്റെ പല പ്രവർത്തനങ്ങളും പല ചെയ്തികളും നമ്മുടെ കോൺസെൻട്രേഷനെ പലപ്പോഴും ഡീവിയേറ്റ് ചെയ്യുകയും ഈ ഡീവിയേഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ മത്സരഫലത്തെ ബാധിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് എൻഹാൻസ്മെന്റ് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ഒരു ടെക്നിക്കാണ് കോൺസെൻട്രേഷൻ സ്കിൽ അഥവാ അറ്റൻഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിനെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാം. നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഉദാഹരണത്തോടു കൂടി ഞാൻ നിങ്ങൾ പ്രൂവ് ചെയ്യാം. എല്ലാവരും അവരുടെ കൈകൾ രണ്ടും മുൻകോട്ടെ കൊണ്ടുവരിക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൈകൾ രണ്ടും ഈ രീതിയിൽ ദിശകൾ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ വെക്കുക. പാംസ് ഓപ്പോസിറ്റ് സൈഡ് ഫേസിങ് ഔട്ട്വേർഡ്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഇടത് കൈയുടെ മുകളിലേക്ക് താഴെ കൊണ്ടുവരിക. ഇടത് കൈ മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഈ രീതിയിൽ കൈകൾ രണ്ടും കോർത്ത് പിടിക്കുക. കോർത്ത് പിടിച്ചതിന് ശേഷം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ ഇതേ രീതിയിൽ മുൻപോട്ടേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. നിങ്ങളുടെ തമ്പ് ഫിംഗർ താഴേക്കും കൊണ്ടുവരണം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൈകൾ രണ്ടും മുകളിലേക്ക് വരുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ കോൺസെൻട്രേഷനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റിയാണ് ഞാൻ ഇവിടെ ചെയ്തത്. പല ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധകൾ മാറിപ്പോകുന്ന അവസ്ഥകൾ ഗെയിമുകളിലും പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും നമുക്ക് വളരെ അത്യാവശ്യമാണ് ഗെയിമിനകത്ത്. അപ്പോൾ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസും പലതരത്തിലുള്ള കോൺസെൻട്രേഷൻ ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, മെന്റൽ എക്സസൈസുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഈ 3 കാര്യങ്ങളും നമ്മുടെ എക്സസൈസ് ട്രെയിനിങ് ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതൊരു അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജി എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ റിലാക്സേഷൻ ടെക്നിക്കുകൾ, ഇമാജറി ടെക്നിക്കുകൾ, മൂന്നാമത് വന്നത് കോൺസെൻട്രേഷൻ സ്കിൽ അഥവാ അറ്റൻഷൻ സ്കിൽ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒരു മെന്റൽ എക്സസൈസ് എന്ന രീതിയിൽ ഓരോ ടീമിനെയും അതിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് വളരെ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചിട്ട് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്പോർട്സ് പെർഫോമൻസ് അല്ലെങ്കിൽ സ്പോർട്സ് ഒരു ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് തിങ്ങായിട്ട് നമ്മൾ ഇന്നത്തെ സമൂഹത്തിനകത്ത് മാറിയിരിക്കുകയാണ്. അതിനകത്ത് പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്പോർട്സിനകത്ത് നമുക്കിപ്പോൾ നിലനിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേച്വറായിട്ട് നമുക്കിപ്പോൾ പെർഫോമൻസ് ചെയ്തുകൊണ്ട് ദീർഘകാലം അതിൻ്റെ പ്രൊഫഷണലിസത്തിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങുകൾക്കകത്ത് നമ്മൾ ഒരു അത്ലറ്റിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന സമയത്ത് ആ അത്ലറ്റിന്റെ മനസ്സിനകത്ത് ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മത്സരങ്ങൾ നമ്മൾ ഒരു ട്രെയിനിങ്ങിനകത്ത് ഒരു കോച്ച് ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ ആരംഭിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ആ ഒരു കുട്ടിയുടെ 2 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആ കുട്ടിയുടെ ഒരു ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ റെഡിനെസ്. അതോടൊപ്പം തന്നെ ആ ഒരു കുട്ടിയുടെ ഒരു സൈക്കോളജിക്കൽ റെഡിനെസ്. ഒരു ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ കൂടി എപ്പോഴും സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ലേണിംഗ്
പൂർണ്ണമാവുകയുള്ളൂ. ഒരു ഫിസിക്കൽ റെഡിനെസ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ഫിസിയോളജിക്കൽ റെഡിനെസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നേടിയെടുക്കുന്നത് ആ കുട്ടിയുടെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ആ കുട്ടിയുടെ മോട്ടോർ എബിലിറ്റീസും നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടോ, ആ കുട്ടി അത്തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മൾ റെഡിയാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ പലപ്പോഴും കോച്ചിങ് നടത്തുന്ന സമയത്ത് ട്രെയിനേഴ്സും അതുപോലെ തന്നെ കോച്ചസും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഒരു സൈക്കോളജിക്കൽ റെഡിനെസ് പല സന്ദർഭങ്ങളിലും നമ്മുടെ ശ്രദ്ധക്കകത്ത് കൂടുതലായിട്ട് വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ സൈക്കോളജിക്കൽ റെഡിനെസ് കൂടി അസസ് ചെയ്താൽ മാത്രമേ ശരിക്കും ഒരു കുട്ടി ആ ലേണിംഗ് ഔട്ട്കം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ റെഡിനെസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കോച്ചിങ്ങിന്റെ സമയത്ത് ഒരു കോച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ആ അത്ലറ്റിന്റെ സൈക്കോളജിക്കൽ റെഡിനെസ് എന്ന് പറയുന്ന ഫാക്ട് കൂടിയാണ്. ഈ വിഷയങ്ങളെയാണ് പല സന്ദർഭങ്ങളിലും സ്പോർട്സ് സൈക്കോളജിക്കകത്ത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. ഈ ഫിസിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടും നമുക്കുള്ള പല കാര്യങ്ങളും നമുക്ക് അസസ് ചെയ്യാനും ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനും പറ്റുന്ന പല സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഒരു സൈക്കോളജിക്കൽ റെഡിനെസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അനലിറ്റിക്കൽ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതല്ല. കൂടുതൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും സൈക്കോളജി എന്ന് പറയുന്ന സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്ന പഠനശാഖയിലെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ അതുപോലെ തന്നെ ഫിസിക്കൽ അതുപോലെ തന്നെ മെന്റൽ ആയിട്ടുള്ള മേഖലകളിൽ എത്രത്തോളം സ്വാധീനിക്കുമെന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് വരും ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ലേണിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത്. ലേണിംഗ് ഇൻ മെന്റൽ സ്റ്റേജ് ആൻഡ് ലേണിംഗ് ഇൻ മോട്ടോർ സ്റ്റേജ്. ഒരു ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ആ സ്കില്ല് അബ്സോർബ് ചെയ്യുന്നത് രണ്ട് തലങ്ങളിലാണ്, രണ്ട് ലെവലുകളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേണിംഗ് ഇൻ മൈൻഡ് ആൻഡ് ലേണിംഗ് ഇൻ മോട്ടോർ. നമ്മളുടെ ലേണിംഗ് ഇൻ മോട്ടോർ എന്ന് പറയുന്ന പ്രവൃത്തി ആലേഖനം ചെയ്യപ്പെടുന്നത് നമ്മുടെ മനസ്സുകളിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ലഭിച്ച മോട്ടോർ ലേണിങ്ങിനെ നമ്മുടെ മനസ്സുകൊണ്ട് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പലപ്പോഴും അപ്ലൈഡ് സ്പോർട്സ് സൈക്കോളജിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു റിഫ്രഷ്മെന്റ് നമ്മൾ മനസ്സിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതുകൂടി ചെയ്യുന്ന സമയത്ത് മാത്രമേ ലേണിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമാവുന്നുള്ളൂ. നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മുടെ ലേണിംഗ് നടക്കണമെങ്കിൽ നമ്മുടെ റെഡിനെസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ വേണം. ഒന്ന് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ റെഡിനെസ്, രണ്ടാമത്തുള്ളത് സൈക്കോളജിക്കൽ റെഡിനെസ്. ഒരു കോച്ചിങ് നടക്കുന്ന സമയത്ത് ഒരു കോച്ച് പ്രധാനമായും കൺസിഡർ ചെയ്യുന്നത് അയാളുടെ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ റെഡിനെസ് ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യുന്നത് ആ അത്ലറ്റിന്റെ ഫിറ്റ്നസ് ലെവലിനെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ ആ അത്ലറ്റിന്റെ ഒരു സൈക്കോളജിക്കൽ റെഡിനെസ് അവിടെ ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിനകത്ത് വരാറില്ല. അത്തരത്തിലുള്ള ലേണിങ്ങുകൾ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കോച്ചിങ്ങിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു
ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ വരുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ റെഡിനെസ് നമ്മൾ കോച്ചിങ് സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനാവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻ, അതിനാവശ്യമായിട്ടുള്ള ഒരു കോച്ച് അത്ലറ്റ് റിലേഷൻഷിപ്പ്, അതിനാവശ്യമായിട്ടുള്ള മറ്റു പല ഘടകങ്ങളും നമ്മുടെ കോച്ചിങ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഉണ്ടാക്കണം. ഇത് ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവലിനെയും അവരുടെ പെർഫോമൻസിനെയും വളരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. മിയർലി അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടി നമ്മുടെ കോച്ചിങ് സെഷൻസ്, നമ്മൾ 2 മണിക്കൂർ നേരത്തെ കോച്ചിങ് സെഷനകത്ത് ഫിസിക്കലും ഫിസിയോളജിക്കലിയും മാത്രമുള്ള കൺസെപ്റ്റുകളെ ഓറിയന്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പാർട്ടാണ്. ഇതിനെ കൂടി നമ്മുടെ കോച്ചിങ് ലെസണുകൾക്കകത്ത് ആവശ്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കോച്ചിങ്ങിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം നമുക്ക് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. So I just want to wind up the things right now, because as you know that it's a very fast and very vast area, psychology and sports psychology. I just want to hint at some of the relevant areas that can be implemented at the stage of coaching, especially with regard to our game Kho-Kho. നമുക്ക് പല സമയത്തും ഖോഖോ എന്ന് പറയുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു ഗെയിമിനെ ആഗോളതലത്തിൽ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ലക്ഷ്യവും സാധൂകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വളർന്നു വരുന്ന കായിക താരങ്ങളെയും ഒരു പ്രൊഫഷണൽ കായിക താരങ്ങളാക്കിയിട്ട് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും അതിൻ്റെ ഉപരിപ്ലവമായ മേഖലകളിൽ കൂടി മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. പ്രൊഫഷണലിസം ഒരു ഗെയിമിൽ ആരംഭിക്കണമെങ്കിൽ അത് അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഈ അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കുന്നുണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുള്ളത് കോച്ചസിനാണ്. കോച്ചസ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അവരുടെ ട്രെയിനിങ് ഷെഡ്യൂളുകളിൽ മെന്റൽ എക്സസൈസിനുള്ള ഒരു സെഷൻ കൂടി കരുത്തി വെക്കുന്നതും വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ മെന്റൽ എക്സസൈസ് സെഷൻസ് നിങ്ങളുടെ റെഗുലർ സെഷൻസിന് ശേഷമോ അതിനു മുൻപോ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ലഭ്യമായ അറിവുകൾ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള മെന്റൽ എക്സസൈസസിന്റെ ഷെഡ്യൂളുകൾ നിങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അവരിൽ നിന്നുണ്ടാകുന്ന ഫലം, അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും വളരെ കൂടുതലായിരിക്കും. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സമീപനം നമ്മുടെ ഗെയിമിനകത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ ഗെയിമിൻ്റെ വളർച്ച ഏഷ്യൻ ഗെയിംസിലേക്കും അതുപോലെ തന്നെ ഒളിമ്പിക്സ് പോലുള്ള മത്സരങ്ങളിലേക്കും അത് എത്തിപ്പെടേണ്ട ഒരു ഗെയിമാണ്. ഈ ഗെയിമിനെ അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വളർച്ച അതിൻ്റെ എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു.